ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ PDF ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരാം. PDF ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിൽ പറയുന്ന എല്ലാ പോയിന്റ്സും PDF ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പൊ ബോർഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. PDF ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും PDF തരിക. സോ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും PDF നിന്ന് കിട്ടും. ഇനി അതല്ല, ക്ലാസിന്റെ കൂടെ നിങ്ങൾ നോട്ട് എഴുതി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. PDF വെയിറ്റ് ചെയ്യുന്നില്ല, ക്ലാസിന്റെ കൂടെ തന്നെ നോട്ട്സ് എഴുതി പോവുകയാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക പദ്ധതികളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള പദ്ധതിയാണ് എല്ലാരും പാടത്തേക്ക്. കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച്? എല്ലാവരും പാടത്തേക്ക്, ഇങ്ങനെ പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് എല്ലാവരും പാടത്തേക്ക് എന്ന പദ്ധതി? ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടിയാണ്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്? സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള, ഓക്കെ, കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഏതാണ്? കാർഷിക പദ്ധതി. ദെൻ ഏതാണ്? നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, എല്ലാവരും പാടത്തേക്ക്. അപ്പൊ എല്ലാവരും പാടത്തേക്ക് എന്ന പദ്ധതി സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആര് കൊണ്ടുവന്നതാണ്? കേരള ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്. ഓക്കെ, നെൽകൃഷിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്. അറിയാലോ, ഇനി അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഏതാണ്? ഓക്കെ, ദെൻ അടുത്തതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ, ഓക്കെ, വൈഗ. ഇങ്ങനെ പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വൈഗ, വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, അപ്പൊ വൈഗ മറ്റൊരു കാർഷിക പദ്ധതിയാണ്. വൈഗ എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് അതിന്റെ പൂർണ്ണ രൂപം? എന്താണ്? വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. ഇത് നടന്നത്, ഈ ഒരു പദ്ധതി നടന്നത് 2021 വർഷത്തിലാണ്. ഓക്കെ, ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന വർഷം ഏതാണ്? 2021 ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാർഷികോൽപ്പന്ന സംസ്കരണവും മൂല്യവർദ്ധനവും അടിസ്ഥാനമാക്കി സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ചതാണ്. ഓക്കെ, ആരാണ് ഈ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത്? സംസ്ഥാന കൃഷി വകുപ്പ്. ഓക്കെ, സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണിത്. എവിടെയാണ്, ഏത് ജില്ലയിലാണ് ഈ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഈ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈഗ എന്ന് പറയുന്ന പദ്ധതിയാണ് വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. കാർഷികോൽപ്പന്ന സംസ്കരണവും മൂല്യവർദ്ധനവും അടിസ്ഥാനമാക്കി സംസ്ഥാന കൃഷി വകുപ്പ് എന്താണ് പുനർജനി എന്ന പദ്ധതി? എന്താണ്? പറഞ്ഞോ. നിങ്ങൾക്ക് അറിയുന്നൊക്കെ ആണെങ്കിൽ പറഞ്ഞോട്ടോ, മിണ്ടാതിരിക്കേണ്ട. പുനർജനി നോട്ട് ഇപ്പൊ എഴുതി പോകുന്നുണ്ടോ? ഇതിന്റെ കൂടെ നോട്ട് എഴുതി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ PDF കിട്ടിയിട്ടാണോ എഴുതുന്നത്? എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിന്റെ കൂടെ എഴുതുന്നെങ്കിൽ ഇതിന്റെ കൂടെ എഴുതാം. എല്ലാം PDF കിട്ടിയിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ PDF കിട്ടിയിട്ടും എഴുതാം. അത് നിങ്ങൾക്ക് വിട്ടു. ഓക്കെ, എനിവേ, എന്താണ് പുനർജനി പദ്ധതി? എന്താണ് പുനർജനി? കൃഷി വകുപ്പ്, സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്.
ഓക്കെ, സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന പദ്ധതി. ആരാണ് നടപ്പിലാക്കുന്നത്? സംസ്ഥാന കൃഷി വകുപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 പ്രളയത്തിൽ തകർന്ന കേരള കാർഷിക രംഗം പുനരുജ്ജീവിപ്പിക്കുക. അതാണ് ഏത് പദ്ധതിയുടെ ലക്ഷ്യം? പുനർജനി എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ പുനർജനി എന്ന് പറയുന്ന ഒരു കാർഷിക പദ്ധതിയാണ്. ആരാണ് പുനർജനി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്? കൃഷി വകുപ്പാണ്. പുനർജനി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കൃഷി വകുപ്പാണ് പുനർജനി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ്? 2018 പ്രളയത്തിൽ തകർന്ന കേരള കാർഷിക രംഗം പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പുനർജനി എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പൊ മറക്കേണ്ട, പുനർജനി എന്താണ്? കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 2018 പ്രളയത്തിൽ തകർന്ന കേരള കാർഷിക രംഗം പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പുനർജനി എന്ന പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് പുനർജനി പദ്ധതി. ഓക്കെ, ദെൻ അടുത്ത പദ്ധതിയാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ. ഓക്കെ, ഏതാണ് പദ്ധതിയുടെ പേരെന്താണ്? ചോറിനൊരു കൂട്ടാൻ നാടാകെ. എന്താണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന് പറയുന്ന പദ്ധതി? എന്താണ്? വിഷരഹിത പച്ചക്കറി ഗ്രാമം എന്നാണ് ഈ ഒരു പദ്ധതി. ഓക്കെ, ഈ പദ്ധതിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വിഷരഹിത പച്ചക്കറി ഗ്രാമം. ഓക്കെ, ഈ പദ്ധതിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ത് എന്ന് ചോദിച്ചാൽ വിഷരഹിത പച്ചക്കറി ഗ്രാമം എന്നാണ് ഈ പദ്ധതിയുടെ ബേസിക് കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അതായത് എറണാകുളം ജില്ലയിലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഒരു ജൈവ പച്ചക്കൃഷി പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. കോൺസെപ്റ്റ് എന്താണ്? ജൈവ പച്ചക്കറി കൃഷി പദ്ധതി. ഓക്കെ, അപ്പൊ എന്താണ് പദ്ധതിയുടെ പേരെന്താണ്? ചോറിനൊരു കൂട്ടാൻ നാടാകെ. അപ്പൊ ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന് പറയുമ്പോൾ വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ള എന്താണ്? ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ്. ഏതാണ്? ചോറിനൊരു കൂട്ടാൻ നാടാകെ. അപ്പൊ മറക്കണ്ട, ചോറിനൊരു കൂട്ടാൻ നാടാകെ വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ്. ഏതാണ്? ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന പദ്ധതി. ഓക്കെ, ദെൻ അടുത്ത് വരുന്നു കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. പറഞ്ഞോ, കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. എന്താണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി? ഇത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ്. ഓക്കെ, ഏതാണ്? കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കേരള സർക്കാർ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കിയ കാർഷിക പെൻഷൻ പദ്ധതിയാണ്. ഏതാണ്? കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. മറക്കേണ്ട, എന്താണ് അപ്പൊ കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി എന്ത് എന്ന് ചോദിച്ചാൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള കാർഷിക പെൻഷൻ പദ്ധതിയാണ്. ഏതാണ്? കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതിയാണ് കേട്ടോ. ദെൻ അടുത്തത് വരുന്നു ഗ്രീൻ കാർഡ് പദ്ധതി. എന്താണ് ഗ്രീൻ കാർഡ് പദ്ധതി?
കേരള സർക്കാർ തന്നെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? കർഷകർക്ക് വേണ്ടിയിട്ട്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, കർഷകർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി. എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത? എന്താണ്? അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്ന് പറഞ്ഞു. എന്താണ്? പലിശരഹിത ലോൺ പദ്ധതിയാണ്. പലിശ രഹിത ലോൺ പദ്ധതി. ഓക്കെ, അപ്പൊ ഏതാണ് ഗ്രീൻ കാർഡ് പദ്ധതി എന്ന് പറയുന്നത്? കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. കേരള സർക്കാർ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പലിശരഹിത ലോൺ പദ്ധതിയാണ് ഏതാണ്? ഗ്രീൻ കാർഡ് പദ്ധതി. അപ്പൊ മറക്കണ്ട, എന്താണ് ഗ്രീൻ കാർഡ് പദ്ധതി എന്ന് മറക്കണ്ട. കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഏതാണ്? ഗ്രീൻ കാർഡ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പദ്ധതി നോക്കാം. നെക്സ്റ്റ് പദ്ധതി വരുന്നു എന്താണ്? ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം. ഓക്കെ, ഏതാണ്? ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം പദ്ധതിയാണ് കേട്ടോ. എന്താണ്? പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷമുക്ത പച്ചക്കറി സംസ്ഥാനമൊട്ടാകെ ലഭ്യമാക്കാനും കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ ആരാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്? കൃഷി വകുപ്പാണ്. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന പദ്ധതി. ആരാണ്? സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ്. എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ്? പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത. ഞാൻ നോട്ട് എഴുതുമ്പോൾ ഇവിടെ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾ PDF നോട്ട് നോക്കിയിട്ട് നോട്ട് എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യും. എല്ലാം ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ ഈ സ്വയം പര്യാപ്തത ഏത് മേഖലയിലാന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. ഇപ്പൊ ഒരു ഓർമ്മയിൽ അങ്ങ് എഴുതി വെക്കും, പക്ഷെ പിന്നീട് ചിലപ്പോൾ മറച്ചു നോക്കുന്ന സമയത്ത് ഓർമ്മ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏതാണ്? ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇതിന് ലക്ഷ്യം വെക്കുന്നത് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, മാത്രമല്ല വിഷമുക്ത പച്ചക്കറി സംസ്ഥാനമൊട്ടാകെ ലഭ്യമാക്കുക എന്നാണ്. ഓക്കെ, വിഷമുക്ത പച്ചക്കറി സംസ്ഥാനമൊട്ടാകെ ലഭ്യമാക്കുക. ഇതാണ് ഈ പദ്ധതിയുടെ ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അപ്പൊ മറക്കണ്ട കേട്ടോ. അപ്പൊ പദ്ധതി ഏതാണ്? ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം പദ്ധതി. എന്താണ് ലക്ഷ്യം? എന്താണ്? പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വിഷമുക്ത പച്ചക്കറി സംസ്ഥാനമൊട്ടാകെ ലഭ്യമാക്കാനുമായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജീവനി, നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന പദ്ധതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന പദ്ധതി നോക്കാം നമുക്ക്. നെക്സ്റ്റ് വരുന്ന പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന. എന്താണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്ന് പറയുന്ന പദ്ധതി? എന്താണ്? കേരള കൃഷി വകുപ്പ് നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന. ഓക്കെ, എന്താണ്? അപ്പൊ എന്താണ് പദ്ധതി? എന്താണ്? കേരള കൃഷി വകുപ്പിന്റെ നോഡൽ ഏജൻസി. കേരള
കേരള കൃഷി വകുപ്പിന്റെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് ഏതാണ്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അപ്പൊ മറക്കണ്ട, എന്താണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് ചോദിച്ചാൽ കേരള കൃഷി വകുപ്പിൻ നോഡൽ ഏജൻസി. ഓക്കെ, പ്രധാനമന്ത്രിയുടെ കേരള കൃഷി വകുപ്പ് നോഡൽ ഏജൻസിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ദെൻ പിന്നെ വരുന്ന പദ്ധതിയാണ് കൃഷി ദർശൻ. ഓക്കെ, ഏതാണ്? കൃഷി ദർശൻ. എന്താണ് കൃഷി ദർശൻ എന്ന പദ്ധതി? എന്താണ് പറഞ്ഞോളൂ. കൃഷി ദർശൻ എന്താണ്? കൃഷി ദർശൻ പദ്ധതി എന്താണ്? കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി പരിഹരിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. അപ്പൊ സംസ്ഥാന കൃഷി വകുപ്പാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, ആരാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്? ആരാണ്? സംസ്ഥാന കൃഷി വകുപ്പാണ് കൃഷി ദർശൻ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഓക്കെ, അപ്പൊ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി പരിഹരിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏതാണ്? കൃഷി ദർശൻ പദ്ധതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നു കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി. ഏതാണ്? കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി. എന്താണ് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി? എന്താണ്? കൃഷിയിടങ്ങള് കാർബൺ മുക്തമാക്കുന്നതിനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ്? കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി. ആരുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്? സംസ്ഥാന കൃഷി വകുപ്പിന്റെ. എന്താണ് പദ്ധതി? എന്താണ്? സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി. എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം? എന്താണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്? എന്താണ്? യെസ്, എന്താണ് ഇത് ലക്ഷ്യം വെക്കുന്നത്? കൃഷിയിടങ്ങളെ കാർബൺ മുക്തമാക്കുക. കൃഷിയിടങ്ങളെ കാർബൺ മുക്തമാക്കുക. ഓക്കെ, ഏത് വർഷമാണ്? സോറി, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എവിടെ ഇത് നടപ്പിലാക്കുന്നത്? കേരളത്തിൽ. ഫസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. അപ്പൊ എന്താണ് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി? മറക്കേണ്ട, കൃഷിയിടങ്ങൾ കാർബൺ മുക്തമാക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആദ്യമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി ആവിഷ്കരിച്ച നമ്മുടെ സംസ്ഥാനത്താണ്. ഓക്കെ, അല്ലെങ്കിൽ കേരളത്തിലാണ്. ദെൻ നെക്സ്റ്റ് വരുന്നു ഞാനും കൃഷിയിലേക്ക്. അടുത്ത പദ്ധതിയാണ് അടുത്ത പദ്ധതി ഏതാണ്? ഞാനും കൃഷിയിലേക്ക് എന്ന പദ്ധതി. എന്താണ് ഞാനും കൃഷിയിലേക്ക് എന്ന പദ്ധതി? കേരള കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ക്യാമ്പയിൻ ആണത്. ക്യാമ്പയിൻ ആണ്. ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? കേരള കൃഷി വകുപ്പ്. എന്താണ് ലക്ഷ്യം? എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? എന്താണ് പദ്ധതിയുടെ ലക്ഷ്യം? എന്താണ്? കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുക. കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുക. ഓക്കെ, ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഏത് ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്
കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഏതാണ്? ഞാനും കൃഷിയിലേക്ക് എന്ന ക്യാമ്പയിൻ ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ തക്കാളി ഗ്രാമം പദ്ധതി. കേട്ടിട്ടുണ്ടോ? തക്കാളി ഗ്രാമം പദ്ധതി. എന്താണ് തക്കാളി ഗ്രാമം പദ്ധതി? തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. തക്കാളി ഗ്രാമം പദ്ധതിക്കുള്ളത് തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തക്കാളി ഗ്രാമം എന്ന പദ്ധതിക്കുള്ളത്. എവിടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്? തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ് ഏതാണ്? ആനാട് ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഏതാണ് ആ ഗ്രാമപഞ്ചായത്ത്? ആനാട് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ തക്കാളി ഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? തക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തക്കാളി ഗ്രാമ പദ്ധതി. ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ആനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ്. ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് കേട്ടോ. എന്താണ് ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ്? കേരള അല്ലെങ്കിൽ ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? വാഗമണിലാണ്. അപ്പം ഹരിത കേരളം മിഷന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഹരിത കേരളം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? വാഗമണിലാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു എന്താ പറയാ കാർഷിക പദ്ധതികൾ ക്ലിയർ ആണോ? ഒന്ന് ക്വിക്കായിട്ട് നോക്കാം അല്ലെ? ഈ കാർഷിക പദ്ധതികളൊക്കെ ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാർഷിക പദ്ധതി എന്താണ്? എല്ലാവരും പാടത്തേക്ക്, അതായത് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളെ നെൽകൃഷിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഏത്? എല്ലാവരും പാടത്തേക്ക് എന്ന പദ്ധതി. ദെൻ പിന്നെ എന്താണ് നെക്സ്റ്റ്? എന്താണ്? വൈഗ, വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, ഈ പദ്ധതി 2021 നടപ്പിലാക്കിയിട്ടുള്ളത്. എന്താണ്? കാർഷികോൽപ്പന്ന സംസ്കരണവും മൂല്യവർദ്ധനവും അടിസ്ഥാനമാക്കി സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ച പദ്ധതിയാണ് വൈഗ. ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് എവിടെയാണ്? തൃശ്ശൂരിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പുനർജനി കൃഷി വകുപ്പിന്റെ പദ്ധതിയാണ്. 2018 പ്രളയത്തിൽ തകർന്ന കേരള കാർഷിക രംഗം പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് പുനർജനി പദ്ധതി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന പദ്ധതിയാണ്. വിഷരഹിത പച്ചക്കറി ഗ്രാമം എന്ന കോൺസെപ്റ്റോട് കൂടിയിട്ട് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ് ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന പദ്ധതി. പിന്നെ പറഞ്ഞു കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. കേരളത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏതാണ്? കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്രീൻ കാർഡ് പദ്ധതിയാണ്. കേരള സർക്കാർ കർഷകർക്ക് വേണ്ടി പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി. ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്നാണ്. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത നേടുന്നതിനും വിഷമുക്ത പച്ചക്കറി കേരളമൊട്ടാകെ ലഭ്യമാക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം എന്ന പദ്ധതി. പിന്നെ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയാണ്. കേരള കൃഷി വകുപ്പിന്റെ നോഡൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കൃഷി ദർശനാണ്. കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കൃഷി ദർശൻ എന്ന പദ്ധതി. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതിയാണ്. കൃഷി വകുപ്പ് കാർബൺ മുക്തമാക്കുക, കൃഷി മേഖല കാർബൺ മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി. ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏതാണ്? കേരളം. പിന്നെ പറഞ്ഞു എന്താണ്? ഞാനും കൃഷിയിലേക്ക്. ഇതൊരു ക്യാമ്പയിൻ ആണ് കേരള കൃഷി വകുപ്പ് സംഘടിപ്പിച്ച. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ദെൻ
തക്കാളി ഗ്രാമം പദ്ധതി എന്താണ്? തക്കാളി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏതാണ്? നമ്മുടെ തക്കാളി ഗ്രാമം പദ്ധതി. തക്കാളി ഗ്രാമം പദ്ധതി അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്താണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ്. കേരളത്തിലെ ഹരിത കേരളം മിഷന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? വാഗമണിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ.